താല്പര്യമോ എനിക്ക് ഇല്ലായിരുന്നു. എന്നാൽ ദൈവം എന്നെ അങ്ങനെ നടത്തുകയായിരുന്നു, ഒരുക്കുകയായിരുന്നു. സുവിശേഷ വേലയിൽ പരസ്യോഗ പ്രഭാഷണ രംഗത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന വഴി ഞാൻ പറയാം. ഒന്നാമത്, എനിക്ക് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആത്മഭാരം ദൈവം തന്നു. എങ്ങനെയും സുവിശേഷം അറിയിക്കണമെന്നുള്ള ചിന്ത കർത്താവ് തന്നു. ആ കാലഘട്ടത്തിൽ തന്നെ 10-17 വയസ്സുള്ളപ്പോൾ 18 വയസ്സുള്ളപ്പോൾ ഒരു സൈക്കിളിൽ ലഘുലേഖ കെട്ടിവെച്ച് വഴിയോരങ്ങളിൽ കാണുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്കും വന്നു നിൽക്കുന്ന ട്രെയിനിനുള്ളിലേക്കും സുവിശേഷ പ്രതികൾ നൽകുന്ന ഒരേർപ്പാടുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ആ കാലഘട്ടത്തിൽ തോമസ് സാർ എന്ന അനുഗ്രഹീതനായ ഒരധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. കാർത്തിയപ്പള്ളി നരിയഞ്ചിലെ അനിയൻകുഞ്ഞെന്ന് പറഞ്ഞൊരു ദൈവദാസൻ. അദ്ദേഹം തനി വലിയ ആളാണ്, ആജ്ഞാന വകുവാണ്, ജുബ്ബയാണ് ഇടുന്നത്. അവർ രണ്ടുപേരാണ് പരസ്യയോഗത്തിൻ്റെ ഉള്ള എൻ്റെ നടത്തിപ്പിൻ്റെ പിമ്പിലെ കാരണക്കാരെന്ന് പറയാം. അവരുടെ രീതികളാണ് എന്നെ ആകർഷിച്ചത്. ആദ്യം അവരുമായിട്ടാണ് ഞാൻ ഈ തോമസ് സാറ് ഏകനായി യാക്കോബായിൽ നിന്ന് വിശ്വാസിൽ വന്നയാളാണ്. അനിയൻ കുഞ്ചായ നരിയഞ്ചിയിൽ അദ്ദേഹം ഒരു സുവിശേഷത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളായിരുന്നു. വലിയ ശരീരമാണ്, ലോക്കൽ സഭയിൽ വിവാഹം കഴിച്ചിട്ടില്ല. ഈ തോമസ് സാർ എന്ന മാന്യനായ മനുഷ്യനും ഇദ്ദേഹം കൂടെ തെരുവിൽ നിന്ന് കർത്താവിനെ പ്രസംഗിക്കും. ഇപ്പം അനിയൻ കുഞ്ഞച്ചായൻ്റെ ശബ്ദം വലുതാണ്, അദ്ദേഹം ഏറ്റുപറയും. തോമസ് സാർ അവിടെ നിൽക്കുമ്പോൾ ഇതും പറഞ്ഞ് അദ്ദേഹം പോകുമായിരുന്നു. അപ്പോൾ തെരുവിൽ കർത്താവിന് വേണ്ടി അപമാനം സഹിക്കുന്ന ഇത്ര മാന്യരായ ദൈവദാസന്മാരെ കണ്ടപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ എനിക്ക് ഓർമ്മയിൽ വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനുശേഷം ദൈവം എന്നെ ഈ രംഗത്തേക്ക് ഇറക്കി. എങ്ങനെയെന്ന് പറയാം, സുവിശേഷ താല്പര്യ നിമിത്തം ഞങ്ങളുടെ ഏറിയായി മുഴുവൻ മൈക്ക് ഒന്നുമില്ലാത്ത കാലത്ത് ഞാൻ സുവിശേഷവുമായി പോകാൻ തുടങ്ങി. എന്നുള്ള സ്നേഹിതരെ കൂട്ടിക്കൊണ്ട് തുടർന്ന് ഒരു അസംബ്ലി സെറ്റ് എൻ്റെ ജ്യേഷ്ഠൻ റേഡിയോ റിപ്പറാണ്, നല്ല റിപ്പർ, അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹം അന്നുണ്ടാക്കി തന്നത് മുമ്പിൽ സൈക്കിളിൽ വെച്ച് കിട്ടി ഭാഗ്യക്കുറിക്കാർ കൊണ്ട് നടക്കുന്ന പോലെ കിയോ എന്ന് കരയുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ദേശം മുഴുവൻ, ഞങ്ങളുടെ കായംകുളം പട്ടണം മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ പരസ്യയോഗത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആളുകൾ കേൾക്കുന്നോ കൂടുന്നോ എന്നുള്ളതല്ല, അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരിങ്ങനെ നടക്കുന്നൊരു അവമാനമാണ്. എങ്കിലും ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സുവിശേഷ പ്രസംഗം തുടങ്ങിയത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. അപ്പം യെരുശലേമിൽ തുടങ്ങുക. ഇന്ന് പലരും ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി അവിടെ വിസ ഒപ്പിച്ച് എങ്ങനെ പുറത്തോട്ട് പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ സുവിശേഷം ആരംഭിക്കേണ്ടത് യെരുശലേമിലാണ്, സ്വന്തം സ്ഥലത്താണ്. ഇന്നും ദൈവകൃപയാൽ എനിക്ക് ആ സാക്ഷ്യം എൻ്റെ സ്വന്തം നാട്ടിൽ ഇന്നും ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ ജീവിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ വില ചെയ്യുന്നു. അങ്ങനെ പരസ്യയോഗം ഒക്കെ ഞാൻ ചെയ്തു. കാരണം ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്നത് മുമ്പാണത്. പിന്നെ കർത്താവ് തൻ്റെ വേലയ്ക്ക് എന്നെ വിളിച്ചു. കർത്താവ് തൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ അപ്പോൾ ഈ സുവിശേഷ കൃഷ്ണത എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവിനെ വിളിച്ചത്. ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. കൂടാതെ ആ കാലഘട്ടത്തിൽ അനേകം ചർച്ചുകളിൽ ഞാൻ വിസിറ്റ് ചെയ്യുവാൻ തുടങ്ങി. അത് പോയേ ഒക്കൂ, നിർബന്ധമായിരുന്നു. കാരണം അങ്ങനത്തെ ആവശ്യങ്ങൾ നിറവേറപ്പെടണമെങ്കിൽ സ്തോത്രം ഇങ്ങനെ പോയേ ഒക്കത്തുള്ളൂ. അങ്ങനെ പോയില്ല എങ്കിൽ ഒക്കില്ലായിരുന്നു. അതൊക്കെ വലിയ കഥകളാണ്. പിന്നീട് കർത്താവ് ആ സമയത്ത് പുസ്തകം എടുത്തോടെ രാവിലെ ഇറങ്ങും. ഈ ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞേറി ചെല്ലുന്ന ശുശ്രൂഷകന്മാരുടെ അവസ്ഥ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനുഭവിച്ച അനേക ദൈവദാസന്മാരുണ്ട്. അതുകൊണ്ട് ദൈവകൃപയാൽ ഇന്ന് അങ്ങനെയുള്ള അഭിഷക്തന്മാർ ആരെൻ്റെ സഭയിൽ വന്നാലും ഞാൻ അവരെ ആദരിക്കും, മാനിക്കും, അമയം കൊടുക്കും. കാരണം ഞാനത് അനുഭവിച്ചവനാണ്. അങ്ങനെ പോയവരെ പ്രൈസ് ദി ലോർഡ് ഒക്കെ ഇതിൻ്റെ വേദന അറിയും, അതിൻ്റെ സങ്കടം അറിയുള്ളൂ. ഞാൻ എൻ്റെ പ്രിയ കർത്തൃദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾക്ക് വരും തലമുറയ്ക്കൊരു പ്രചോദനമാകാൻ തുറന്നു പറയുകയാണ്. ഞാൻ എവിടെ പോകണമെന്നറിയാത്ത ദിനങ്ങളുണ്ട്. ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങും. ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലെ, തിരുവല്ല ബസ് സ്റ്റാൻഡിലെ, പന്തളത്ത്, ഇങ്ങനെ കൊട്ടാരക്കര, ഇവിടെ എല്ലാം ചെന്നിരുന്നിട്ട് ഏത് ചർച്ചിൽ പോകണമെന്നറിയില്ല. സത്യം ഞാൻ കർത്താവിൽ പറയുന്നു, ആ ബസ് സ്റ്റാൻഡിലൊക്കെ എൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ട്. അവസാനം 10 മണി കഴിയുമ്പോഴത്തേന് എവിടെയെങ്കിലും ഒന്ന് ഓടിപ്പോയേക്കത്തുള്ളൂ. ചിലർ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കത്തില്ല. ചിലർ സമയം തരും, ചിലർ സമയം തരില്ല. ചിലരെന്തെങ്കിലും സ്തോത്ര കാഴ്ച അന്നത്തെ കാലത്ത് 50 രൂപ 100 രൂപ തരും. പക്ഷേ അതൊക്കെ പിൽക്കാലത്ത് അനുഗ്രഹമായി മാറി, ശ്രേഷ്ഠതയായി മാറി. ഞാൻ പറയാൻ വരുന്നത് അവസരങ്ങൾ ലഭിച്ച കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വഴികളാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് കർത്താവിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നിൻ്റെ കണ്ണുനീർ എൻ്റെ തുരുത്തിയിലാക്കി വെക്കുന്നു. ദാവീദ് പറഞ്ഞു, ഓ ലോർഡ്, യു കൗണ്ടഡ് മൈ വാണ്ടറിങ്സ്. വാണ്ടറിങ്സ് എന്ന മലയാളം തെണ്ടിത്തിരിയലെന്നാണ്.
അലഞ്ഞുതിരിയൽ എന്നാണ്. അപ്പോൾ ഏത് അഭിഷക്തനും ജീവിതത്തിൽ അലഞ്ഞുതിരിയലുണ്ടാകാം. നോക്കുക, അഭിഷേകതലം തലയിൽ വീണിട്ടും ദൈവം രാജാവായി അഭിഷേകം ചെയ്തിട്ടും ഉടനെ സിംഹാസനത്തുകയല്ലായിരുന്നു ദാവീദ്, കാട്ടിൽ അലയുകയായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഈ സ്റ്റേജ് നിറഞ്ഞ ആദ്യത്തെ പ്രസംഗിയരല്ലായിരുന്നു. പ്രൈസ് ലോർഡ്. ഇങ്ങനെ അലഞ്ഞവരായിരുന്നു. അപ്പോൾ വലിഞ്ഞു കയറി ചെന്ന സഭകളിൽ ചിലർ അവസരം തന്നു. അവർ പിന്നീട് അവരുടെ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. ആ പരസ്യയോഗങ്ങളിൽ പ്രസംഗിച്ചവർ തന്നെ അവരുടെ കൺവെൻഷനുകളിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഒരു കാര്യം ഞാൻ ദൈവദാസന്മാരോട് പറയാം, ഹൃദയത്തിൽ തൊട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിലാകട്ടെ. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആളല്ല ഞാൻ. ആരെങ്കിലും പകരം വിടുവോ? സാധാരണ കൺവെൻഷൻ സ്റ്റേജിൽ പറഞ്ഞേ ഒന്നുകിൽ ആരെങ്കിലും വന്നൊക്കെ പകരം വിടണം. ഇന്നത്തെ പോലെ ഈ സംവിധാനമൊന്നുമില്ലല്ലോ, അറിയണ്ടേ, പകരം വിടണം. വിശ്വസ്തനായ ഒരാൾ അദ്ദേഹത്തിന് പകരം വിടുകയോ അല്ലെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇന്നാരെ വിളിക്ക് കൊള്ളാമെന്ന്. അങ്ങനെയൊന്നും ജീവിതത്തിൽ അന്നത്തെ കാലത്ത്, ഇന്നൊരു പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാനായിരിക്കും, ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് സ്റ്റേജുകളിലേക്ക് ക്ഷണം ലഭിച്ചത്. അപ്പോൾ സകല എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദോഷമെന്നും തോന്നുന്നത്, തിന്മയെന്ന് തോന്നുന്നത് നന്മയാക്കുന്നൊരു ദൈവം നമുക്കുണ്ടെന്ന് മറന്നുപോകരുത് കർത്തൃദാസന്മാരെ. ജീവിതത്തിലെ താഴ്ചകളൊക്കെ ഉയർച്ചകളാക്കി മാറ്റാൻ കഴിയും. നിങ്ങൾക്കറിയാം, പിൽക്കാലങ്ങളിൽ കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവും നിരന്തരം യാത്ര ചെയ്ത യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. പക്ഷേ എൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, അവിസ്മരണീയമായ അനേക കാര്യങ്ങൾ പരസ്യോഗ പ്രസംഗത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായി ചില കാര്യങ്ങൾ പറയാം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദീർഘയാത്രകളൊക്കെ അന്ന് ബസ്സിലാണ്. അന്ന് ബസ്സിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഛർദ്ദിച്ചാണ് അവിടെ ചെല്ലുന്നത്, പ്രസംഗം കഴിഞ്ഞ് ഛർദ്ദിച്ചാണ് തിരിച്ചു വരുന്നത്. ഒരിക്കൽ തേക്കടിയിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചിട്ട് ബസ്സിൽ വരികയാണ്. മിക്കവാറും 3-4 ഇറങ്ങിയേ വരുള്ളൂ. മുഖമൊക്കെ കഴുകി അടുത്ത ക്ഷീണം മാറ്റി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ മുണ്ടക്കയം സ്റ്റാൻഡിൽ ഞാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, സുവിശേഷ തീഷ്ണത കത്തിയൊലിക്കുന്ന ഒരു അഭിഷക്തനാണ് ആ ദൈവദാസൻ. അദ്ദേഹം പണ്ടും ഇന്നും സുവിശേഷീകരണത്തിൻ്റെ പരസ്യയോഗം വളരെ നല്ലൊരു മാധ്യമമായി കാണുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു വാനിൽ അദ്ദേഹം നിരന്തര സുവിശേഷ യാത്ര നടത്തുവാൻ കുറച്ച് ടീമുമായി. അപ്പം മുണ്ടക്കയം ജംഗ്ഷനിൽ ഞാൻ ബസ് ഇറക്കി. അടുത്ത ഓപ്പോസിറ്റ് കണ്ട ചായക്കടയിൽ നിന്നൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പാസ്റ്റർ പോലീഷനും ടീമൂടെ മൈക്കെല്ലാം വെച്ച് കെട്ടി അദ്ദേഹം ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടതും അദ്ദേഹം മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, പ്രശസ്ത സുവിശേഷ പ്രഭാഷകൻ വി മോഹനച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോൾ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുമെന്ന്. അപ്പോൾ ഛർദ്ദിച്ച് ക്ഷീണിച്ച് ഒരു കളർ ഷർട്ട് വിട്ട് വന്നതാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. ഒരു 10-25 മിനിറ്റ് അവിടെ ദൈവവചനം പ്രസംഗിച്ചിട്ട് അടുത്ത ബസ്സിന് കയറി ഞാൻ വന്നു. വളരെ അവിസ്മരണീയമായ അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കരുവഞ്ചാൽ, കണ്ണൂരിലെ കരുവഞ്ചാൽ എന്ന സ്ഥലത്ത് ഞങ്ങൾ ഔട്ട്റീച്ച് വർക്കിനായി പോയി. ആ ഏരിയയെ കണ്ണൂർ ആ കാലഘട്ടത്തിൽ സുവിശേഷ ഓരോ അധിക പ്രവർത്തനങ്ങളോ ഇല്ല, വളരെ കുറവാണ്. യഹോവ സാക്ഷികളെന്നാണ് പെന്തക്കോസ്തുകാരെ കണ്ടാൽ പറയുന്നത്, തല്ലി ഓടിക്കണമെന്ന് പറഞ്ഞേക്കുന്ന ഒരു വീട്ടിൽ കയറ്റത്തില്ലാത്തൊരു കാലമാണ്, അതായത് 87. അപ്പോൾ ആ കാലത്ത് പാസ്റ്റർ ജെയിംസ് ജോർജ്, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജെയിംസ് ജോർജ്, പ്രിയ പാസ്റ്റർ ജോർജ് മോഹനച്ചൻ, മറ്റു ചില ദൈവദാസന്മാരും ചേർന്ന് ഞങ്ങളുടെ സ്നേഹിതൻ BT തോമസ്, കത്തോലിക്ക് നേകനായി വന്ന ദൈവദാസൻ്റെ ക്ഷണം സ്വീകരിച്ചൊരു ടീം കരുവഞ്ചാൽ എന്ന മലയോര ഗ്രാമത്തിലെത്തി. വലിയ മലകൾ താഴ്വരയിലുള്ള കൊച്ചു ഗ്രാമം. ഒരു സിനിമാ കോട്ടയുടെ ഉടമസ്ഥൻ ഞങ്ങൾക്കൊരു കൊച്ചു മുറി എടുത്തു തന്നു, ഒരു ചെറിയ മുറി. അവിടെ പ്ലാസ്റ്റിക്കായി ഇട്ട് അവിടെ ഞങ്ങൾ നിരന്ന് കിടന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച്. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ബൈബിൾ കൺവെൻഷൻ എന്നും പറഞ്ഞ് ഒരു നോട്ടീസ് അടിച്ചുകൊണ്ടാണ് പോയത്. അത് പാസ്റ്റർ BT തോമസ് ഒരു കൊച്ചു ട്യൂട്ടോറിയൽ കോളേജുകാരോട് അംഗീകാരം വാങ്ങിയിരുന്നു. എൻ്റെ കർത്തൃദാസന്മാരെ, സഹോദരങ്ങളെ, ഞങ്ങളവിടെ വെള്ളി, ശനി, ഞായർ മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം അന്ന് പോലീസ് പെർമിഷൻ വാങ്ങിയാണ് മീറ്റിംഗ് വെക്കുന്നത്. ആദ്യത്തെ രാത്രി ഞാനാണ് പ്രസംഗിക്കുന്നത്. എത്രയോ ദൂരെ നിന്ന് പാവപ്പെട്ട, എത്രയോ അകലെ നിന്ന് 10-15 പാവപ്പെട്ട ദൈവമക്കളായ യോഗത്തിന് കൂടാൻ വന്നിട്ടുണ്ട്. AG കൂടുന്ന അങ്ങക്കലെ വേറൊരു സ്ഥലത്ത് കൂടുന്നവരാണ്. ആ സ്ഥലമൊന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് ഇൻഷുറൻസ് ഒന്നുമില്ല, കൈയടിച്ച് പാടി പ്രസംഗം ആരംഭിച്ച് ഞാനാ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ 2 പോലീസ് ജീപ്പ് നിറയെ പോലീസുകാർ, സർക്കിൾ ഇൻസ്പെക്ടറോടൊക്കെ വന്ന് പിരിയാൻ വളഞ്ഞു. ആദ്യത്തെ അനുഭവം. അവരോട് എത്താൻ പറഞ്ഞു. ആകെ 15 പേര് മുമ്പിരിപ്പുണ്ട്. എന്താ കാര്യം? ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് കൺസെൻറ്റ് കിട്ടിയതാണ്. അവൻ പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു ഒരു ഹോസ്പിറ്റലുണ്ട്, നമ്മുടെ പുഷ്പഗിരി പോലെ സായിപ്പിൻ്റെ ഹോസ്പിറ്റൽ, വലിയ പ്രശസ്തമായ കത്തോലിക്ക ഹോസ്പിറ്റലാണ്. സുവിശേഷത്തിൻ്റെ പാനം കേട്ടപ്പോഴേ അവർ വിളിച്ചു പറഞ്ഞു. അവർ SP ഉൾപ്പെടെ വിളിക്കാൻ തന്നു. ഇവരോ ഞങ്ങൾക്ക് ഇരിക്കപ്പെടുന്നില്ല, സാങ്ഷൻ തന്ന് കാണും, പക്ഷേ ഇനി ഇവിടെ ഒക്കത്തില്ല, കാരണം ഇനി കളക്ടറെ വിളിക്കും അവർ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എന്ത് ചെയ്യാൻ? അന്ന് പ്രസംഗം ആശീർവാദം പോലും പറയാതെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ നിർത്തി. പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ കരുവഞ്ചാൽ ജംഗ്ഷൻ
വളരെ വലിയ ജംഗ്ഷനാണ്, 10,000 ആൾ കൂടുന്ന സ്ഥലമാണ്. ആ വൈകിട്ട് അവിടെ പരസ്യയോഗം നടത്താൻ തീരുമാനിച്ചു. അവിടെ ഞാനാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ കേൾക്കണമോ? വൈകിട്ട് സിനിമാ കോട്ട വിട്ട് പിരിയുന്ന സമയം 1000-1500 ആൾ ആ ജംഗ്ഷനിൽ വന്ന ഒരു സിനിമയിൽ നിന്ന് വന്നവരുണ്ട്. ഇതിലൊരു നല്ല പങ്ക് സുവിശേഷം കേട്ടു. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് അവിടെ അനുഗ്രഹീതമായൊരു സഭയുണ്ട്, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക്. അവിടെ മാത്രമല്ല, കണ്ണൂരിൽ പല വർക്കുകൾ, ശ്രീകണ്ഠാപുരം, നാടുകാണി, പല സ്ഥലങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ സഭകൾ സ്ഥാപിച്ചു. ഒത്തിരി കഷ്ടങ്ങൾ ഞങ്ങളവിടെ അനുഭവിച്ചെങ്കിലും ഇത് ഒരവസരമാക്കി ദൈവം മാറ്റി. നോക്കൂ, ഒരിടത്തടഞ്ഞപ്പോൾ മറ്റൊരിടത്ത് തുറന്നു ദൈവം. അത് മാത്രമല്ല, അത് അനുകൂലമാക്കി. ഈ ട്യൂട്ടോറിയൽ കോളേജിൽ ആര് കേൾക്കാനാ? അപ്പം ദൈവം തമ്പുരാൻ തന്നെയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, എതിർപ്പുകളെ എതിരേൽപ്പാക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അനുഗ്രഹമാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു വാതിൽ അടഞ്ഞാൽ വലിയ വാതിൽ ദൈവം തുറക്കും. നമ്മളതിൽ ഭാരപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കില്ല, അവർ കൊയ്യാൻ നോക്കില്ല. കാറ്റിനെ നോക്കരുത്, അനുകൂല സാഹചര്യം വരാൻ നോക്കരുത്. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ അന്നും ഇന്നും കത്തിയൊലിക്കുന്ന ആത്മഭാരമാണ് സുവിശേഷ ദർശനമാണ്. അനേക അവിസ്മരണീയമായ കാര്യങ്ങൾ പരസ്യയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള കാലങ്ങൾ വിട്ട് പിന്നീട് വലിയ വലിയ പരസ്യയോഗങ്ങളിലേക്ക് നീങ്ങി. ഞങ്ങൾ മല്ലപ്പള്ളിയിലും പരിസരത്തുമുള്ള ദൈവദാസന്മാരെല്ലാം കൂടെ ചേർന്നൊരു വലിയ വാഹന റാലിയൊക്കെ നടത്തി. പല സ്ഥലങ്ങളിൽ ഞാൻ അവിടെ പ്രസംഗിച്ചു. എന്നെ അവർ ക്ഷണിച്ചിരുന്നു. അവസാനം ഞങ്ങൾ പ്രസംഗിക്കേണ്ടത് മല്ലപ്പള്ളി ജംഗ്ഷനിലായിരുന്നു. അപ്പോൾ മല്ലപ്പള്ളി ജംഗ്ഷനായിട്ട് പ്രസംഗിക്കാൻ അവസാനം ഞങ്ങൾ 5 മണിയോടെ അവിടെ എത്തിച്ചേർന്നപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സമ്മേളനം അവിടെ നടക്കാൻ പോവുകയാണ്. പ്രധാന നേതാക്കൾ വരാൻ പോവുകയാണ്. പക്ഷേ അവരുടെ യോഗം 6:30-ക്കാണ്. അവരവിടെ ഞങ്ങൾ നടത്തേണ്ട സ്ഥലത്ത് അവർ പന്തൽ കെട്ടിയിരിക്കുകയാണ്, സ്റ്റേജ് കെട്ടിയിരിക്കുകയാണ്. ആ മല്ലപ്പള്ളി മുഴുവൻ അവർ മൈക്ക് വെച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പാസ്റ്റർ പിയ, നമ്മുടെ സഹോദരൻ ജെയിംസ് പി ഡി മലയിലും എന്നാൽ പത്നിയും സയോൺ സിംഗേഴ്സ് ആണെന്ന് തോന്നുന്നു അന്ന് അവിടെ പാടിയത് ആയിരിക്കാൻ അസാധ്യത. അപ്പം ദൈവത്തിൻ്റെ കൃപയാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 6:30-ക്കേ യോഗമുള്ളൂ, നിങ്ങൾ സ്റ്റേജ് ഉപയോഗിച്ചുകൊള്ളുക, നിങ്ങൾക്കിത് പാടാം, കർത്താവ് എത്ര വലിയവനാണ്. സ്തോത്രം. ആ സ്റ്റേജിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചു. അവർ പാടി. ആ മല്ലപ്പള്ളി മുഴുവൻ അത് കേട്ടു. സ്തോത്രം. പിന്നീട് ഒരിക്കൽ കറുകച്ചാൽ, നിങ്ങളുടെയൊക്കെ സ്ഥലമാണല്ലോ, അവിടെ ട്യൂൺഡ് ഗോസ്പൽ എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവദാസൻ ജെ വി പീറ്റർ, പരേതനായ കർത്തദാസൻ ജെ വി പീറ്റർ, അദ്ദേഹത്തിൻ്റെ പത്നിയോടെ ടീം കുറേ പ്രോഗ്രാം നടത്തി. അന്ന് കാരിച്ചാൽ ടൗണിൽ ഞാൻ ആണന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ആദ്യമായിട്ടൊക്കെയാണ് ആ ഏരിയയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പുറത്തങ്ങോട്ട് വെച്ച് കെട്ടി ഉള്ള പാട്ട്, ഡ്രം സെറ്റും ഓർഗനും ഗിറ്റാറും എല്ലാം വെച്ച് നല്ല മനോഹര ഗാനങ്ങൾ. പലരും ഇത് കാണുന്നത് തന്നെ ഒരുപക്ഷെ നേരി കാണുന്ന ആ ടൈമിൽ അന്നായിരിക്കാം. ഞാൻ പറഞ്ഞിട്ട് അന്ന് അവിടെ മുഴുവൻ ബ്ലോക്കായി, ഭയങ്കര ജനം തടിച്ചുകൂടി. അന്നുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു മോൺസിയൊക്കെ അന്നുണ്ടായിരുന്ന ഒരാൾക്കൂട്ടർ, അവരോട് ചോദിച്ചാൽ അറിയാം, പോലീസുകാർ വന്ന് നിയന്ത്രിക്കേണ്ടി വന്നു. അത്ര മാത്രം ജനം അവിടെ തടിച്ചുകൂടി. എത്രയോ ആളുകൾ സുവിശേഷം കേട്ടെന്നറിയാവും. മറ്റൊരു സന്ദർഭം ഓർക്കുന്നത് എടത്തുവ ജംഗ്ഷനിലാണ്. അന്ന് ഹോശാന ഗോസ്പൽ വോയിസ് എന്ന് പറഞ്ഞ കുമ്പനാട് ബിജു ഒക്കെ നേതൃത്വം നൽകുന്ന, ഇപ്പോഴത്തെ അന്ന് എനിക്ക് തോന്നുന്നു യേശുദാസൊക്കെ അതിനകത്തായി തോന്നുന്നു, അവരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളൊരു പരസ്യവും എടത്തുവായിൽ വെച്ചു. അതിതുപോലെ സന്ധ്യാസമയമായി, ജനം പോകുന്നില്ല, ഭയങ്കരമായിട്ട് റോഡ് നിറഞ്ഞ് ജനം വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് ശക്തിയോട് പ്രസംഗിപ്പാൻ അവിടേക്ക് വന്നില്ല. അങ്ങനെ അനേക അവസരങ്ങൾ പരസ്യയോഗം സാധാരണ നെല്ല ആരംഭിച്ചത് വലിയ യോഗങ്ങളാക്കി ദൈവം മാറ്റിയിട്ടുണ്ട്. ഞാൻ ദൈവദാസന്മാരോട് പറയാം, ഈ പരസ്യയോഗം കൊണ്ട് എനിക്കുണ്ടായ അനേക നേട്ടങ്ങൾ, ഒന്ന്, ഈ സഭായോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെയല്ല, അല്ലെ കാത്തിരിപ്പ് യോഗത്തിന് പ്രസംഗിക്കുന്ന പോലെയല്ല, അല്ലെ ഇപ്പോഴത്തെ കൺവെൻഷൻ പ്രസംഗിക്കുന്ന പോലെയല്ല അന്നത്തെ കൺവെൻഷനുകളും അന്നത്തെ പരസ്യയോഗങ്ങളും. സഭായോഗത്തിന് സ്തോത്രവും ഹല്ലേലൂയയും പറയുന്ന, ഇപ്പോഴെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ ഇരുന്ന് നമുക്ക് എന്തും പറയാം. അതുപോലല്ല, പല ടൈപ്പ് ആളുകളാണ്. നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവനിഷേധികളും ബുദ്ധിവാന്മാരും ഒക്കെ നിറഞ്ഞ എല്ലാവിധ ആളുകളും നിറഞ്ഞവിടെ മുമ്പിലാണ്. അപ്പം അവരെ ആദ്യം ആകർഷിക്കണം. ഈ വേദപുസ്തകത്തിലെ കുറേ വാക്യങ്ങളും പറഞ്ഞ് കുറേ വേദവ്യാഖ്യാനം നൽകിയ അത് എല്ലാ സുവിശേഷ പ്രസംഗികരും പ്രത്യേകിച്ച് പരസ്യവക്കാരും അവരെ അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആനുകാലിക സംഭവങ്ങളോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഒത്തിരി അട്രാക്റ്റീവായി. അപ്പോൾ സംഭവിക്കുന്നു വേദപുസ്തകം നിവർത്തി. കൂടാതെ ആത്മഹത്യക്കെതിരായി, മദ്യപാനത്തിനെതിരായി, മയക്കുമരുന്നിനെതിരായി ഒക്കെ പ്രശ്നം, കുടുംബകലഹത്തിനെതിരായി, പിന്നെ മരണമല്ലാനുള്ള ജീവിതം, മരണം കൊണ്ട് തീരുമോ, ഇങ്ങനെയൊക്കെ അപ്പോൾ ആളുകൾ ആകർഷിക്കാൻ തുടങ്ങി. ആളുകളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ പൊതുവായ കാര്യങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു. പബ്ലിക്കിൽ പ്രസംഗിക്കാൻ ജ്ഞാനം വേണം. വിവരദോഷം വിളിച്ചു പറഞ്ഞാൽ അടി കിട്ടുമെന്ന് മാത്രമല്ല, വീരദോഷവും മാറത്തില്ല. പലരും പരാജയപ്പെട്ട എവിടെയാണ്? സ്തോത്രം. ഈ കഴിഞ്ഞ 35 വർഷമായി ക്ലിയോ കൃപയാൽ എളിവനായി നിൽക്കാൻ കാരണം ഇതുകൊണ്ട് നമ്മൾ പഠിക്കണം, വായിക്കണം. പൊതുമാധ്യമങ്ങൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ചെല്ലാം, ഒരു എഞ്ചിനീയറും ഡോക്ടറുടെ ഒക്കെ അറിവിനപ്പുറത്തേക്ക് അവൻ കാര്യങ്ങൾ ഗ്രഹിക്കണം. പൊതുകാര്യങ്ങൾ വായിച്ച അറിവുണ്ടാകണം.
ഇപ്പോഴും വ്യസനകരമായൊരു കാര്യം, നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നുള്ള കാര്യം, ഇപ്പോഴത്തെ സുവിശേഷ യോഗങ്ങൾ എന്തിനാണ് സുവിശേഷം എന്ന് പോലും പലർക്കും പറഞ്ഞുകൂടാ. സുവിശേഷ യോഗം ഔട്ട്സൈഡേഴ്സിനെ നേടാൻ വേണ്ടിയുള്ളതാണ്. പുറത്തു നിൽക്കുന്നവരോട് വേദപുസ്തക സത്യങ്ങൾ വിളിച്ചു പറയാനുള്ളതാണ്. ഏകരക്ഷിതാവായ യേശുവിനെ ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. ഭാവിയെ കർത്താവിലേക്ക് ആകർഷിക്കാനുള്ളതാണ്, മനംതിരിവിനുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തുള്ളവരോട് പറയാനാണ് സുവിശേഷം. എന്നാൽ ഇപ്പം ഇന്ന് അകത്തുള്ളവരായി മൈക്ക് വെച്ച് കെട്ടി ഇതിനകത്ത് ആരും ഗുണമില്ലെന്ന് വിളിച്ചു പറയും നല്ല സുവിശേഷ യോഗം. ആ ലെവലിലേക്ക് പോയി, ആ അവസ്ഥയിലേക്ക് നമ്മൾ താണുപോയി. പുറത്ത് നമ്മുടെ മാസയോഗത്തിനോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കൺവെൻഷനോ വിശ്വാസി കൂടുന്നിടത്ത് പറയുന്നത് പരസ്യയോഗങ്ങളിൽ വിളിച്ചു പറയരുത്. അത് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തന്നെ അവർക്ക് അടിക്കാൻ വെടിവെട്ടി കൊടുക്കുകയാണ്. ഇന്ന് അനേക പ്രസംഗികർ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്തു പോവുകയാണ്. നമ്മുടെ അകത്ത് പറയേണ്ടത് നമ്മുടെ പുറത്തുമാണ്, പുറത്തു പറയേണ്ടത് ഗോസ്പലായിരിക്കണം. കൺവെൻഷനുകളിൽ, ഡിസ്ട്രിക്ട് കൺവെൻഷനും ജനറൽ കൺവെൻഷനും ഒക്കെ വിശ്വാസിയോട് പറയാറുണ്ട്. ഞാനും ഇന്നും ദൈവകൃപയാൽ എൻ്റെ യോഗങ്ങൾ പരസ്യ യോഗങ്ങൾ പോലെ തന്നെയാണ്. കൺവെൻഷനുകളും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നഷ്ടപ്പെട്ടവരെയാണ്. ഒരാളെ ആത്മാവിനെ നേടാൻ കഴിഞ്ഞാൽ മുൻലോകത്തേക്കാൾ വിലയല്ലേ. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ അതിനാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാൽ പ്രൈസ് ദി ലോർഡ് ദൈവം പടിപടിയായി അനേക ഇടവേദികൾ ദൈവനെ ഉയർത്തി. അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ വർഷം കല്ലിശ്ശേരി IPC സഭ അവിടെ നടത്തിയൊരു പരസ്യയോഗ പ്രസംഗം ഒത്തിരി നാളിന് ശേഷമാണ്. അതുകൂടാതെ തിരുവനന്തപുരത്ത് ഒരു യോഗത്തിന് ബുക്ക് ചെയ്തു. നമ്മുടെ വലിയ ക്ഷേത്രത്തിന് മുമ്പിൽ നമ്മളൊരു പാർക്കുണ്ടല്ലോ, പബ്ലിക് പാർക്കാണ്, പേര് ഞാൻ മറന്നുപോയി. കടൽ തീരത്തുള്ള ഒരു സഭ സംഘടിപ്പിച്ചതാണ്. കൺവെൻഷൻ നമ്മളോട് ചെന്ന് ഇന്നിപ്പോൾ പാർക്കിൽ നിറയെ മദ്യപിച്ച് കഞ്ചാവടിച്ച് ഭിക്ഷക്കാരെ എല്ലാം കിടക്കുകയാണ്. ഒരു നല്ല ഗായക സംഘമുണ്ട്, ഒരു 10-40 ദൈവമക്കളുണ്ട്. പക്ഷേ ലൈവായിട്ട് ഹാർവസ്റ്റ് TV ചെയ്യുന്നുണ്ടായിരുന്നു. ആ മെസ്സേജ് നിങ്ങൾക്ക് കാണാം. ഭയങ്കര ശക്തിയോട് കർത്താവിന് ചോദിച്ചു. അന്ന് പരസ്യയോഗത്തിൽ പ്രസംഗിച്ചതിൻ്റെ കുറവാ, ജനത്തിൻ്റെ മുമ്പിൽ ആളില്ലേലും. ഇപ്പം ദിവസവും ഇന്നുണ്ട് എത്രയോ സൂം മീറ്റിങ്, ആളിനെ മുമ്പിൽ കണ്ടുകൊണ്ടല്ല, ഹല്ലേലൂയ സ്തോത്രം കേട്ടുകൊണ്ടല്ല, ആരെയും കാണാതെ പ്രസംഗിക്കാൻ കഴിഞ്ഞു. കാരണം ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരെയും കാണാതെ പ്രസംഗിച്ച് ശീലിച്ചു, പരസ്യയോഗത്തിൽ പ്രസംഗിച്ച് ശീലിച്ചു. ഇതുകൊണ്ടൊക്കെ ഈ നാണം കേടൊന്നുമില്ല, ജനം വേണമെന്നൊന്നുമില്ല, ഹല്ലേലൂയയും കയ്യിലും കേൾക്കണമെന്നില്ല പ്രസംഗം വരാൻ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ ഫോക്കസ് കർത്താവിനെ ഉയർത്തുക എന്നതായിരിക്കണം. ആത്മഭാരം ഉണ്ടാകണം. കർത്താവ് നമ്മളെ കൈവിടില്ല. ലോകത്തിൽ ആരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആരും ഉയർത്തിയില്ലെങ്കിലും ദൈവം കണ്ടവനെ ഉയർത്തും. ദൈവത്തോട് നിനക്കൊരു സിൻസിയറിറ്റി ഉണ്ടോ? സുവിശേഷത്തോട് നിനക്കൊരു താല്പര്യമുണ്ടോ? ദൈവത്തോട് നിനക്ക് സ്നേഹമുണ്ടോ? കർത്താവ് നിന്നെ കൈവിടില്ല, നിന്നെ ഉയർത്തും. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു സുവിശേഷ പ്രസംഗനാകണമെന്നോ കൺവെൻഷൻ പ്രസംഗനാകുമെന്നും ചിന്തിച്ചിറങ്ങിയതല്ല. എന്നാൽ കർത്താവ് ഇവിടെ കൊണ്ടെത്തിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി വീണ്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സമയം വളരെ പോകുന്നല്ലോ. എന്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം? ഒന്ന്, രക്ഷയ്ക്ക് മറ്റ് മാർഗമില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ആരംഭത്തിൽ അതല്ല. ഒന്നാമതായിട്ട് ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പന. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സുവിശേഷം പ്രസംഗിപ്പീൻ. മനസ്സുണ്ടെ അനുസരിക്കാവുന്നല്ല, അനുസരിച്ചേ ഒക്കെ ഉള്ളൂ, കേട്ടേ ഒക്കെ ഉള്ളൂ, ചെയ്തേ ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കൽപ്പനയാണ്. നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നത്. 2, ഇത് രക്ഷയ്ക്ക് മറ്റു മാർഗമില്ല. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ബൈബിൾ പറയുന്നു. എല്ലാവർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നെങ്കിൽ കർത്താവിനെക്കുറിച്ച് പറയണം. നോക്കൂ, ഇപ്പോൾ കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നു. ഒരൊറ്റമൂലി മരുന്ന് കണ്ടെത്തിയെന്നിരിക്കട്ടെ, ഇതുവരെ കണ്ടെത്തിയില്ല, കണ്ടെത്തട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടെത്തി ഒരാളുടെ മരുന്നുണ്ട്, ആയിരക്കണക്കിന് ആൾ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുക. ആ മരുന്ന് ആ വ്യക്തി ആർക്കും കൊടുക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി എന്താണ് പറയേണ്ടത്? മനുഷ്യാത്മാവിൻ്റെ കൊലപാതകൻ എന്നല്ലേ? അപ്പോൾ ഒരൊറ്റമൂലിയാണ് സുവിശേഷം. നഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ തിരിച്ചുവരവിനുള്ള വിടുതലിനുള്ള ഒറ്റമൂലിയാണ് സുവിശേഷം. നിൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ട് നീ പങ്കുവെക്കുന്നില്ലെങ്കിൽ നിന്നെപ്പോലെ കൂരനില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ചാപ്ലൈനുകളെ ആക്കിയിട്ടുണ്ട്. ചാപ്ലൈനുകൾ സുവിശേഷം പറയാൻ ശമ്പളം കൊടുത്താക്കിയിരിക്കുക. ഒരിക്കൽ ഒരു മനുഷ്യനെ, കൊലപാതകനെ ആയ ഒരു മനുഷ്യനെ തൂക്കിക്കിടാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ചാപ്ലൈൻ വന്ന് അവനോട് പക തീർത്തോ, അവൻ്റെ ഡ്യൂട്ടി തീർക്കാൻ വേണ്ടി ഉറക്കം തൂങ്ങി പറയാനുണ്ടോ, നിത്യതയുണ്ടടാ, സ്വർഗമുണ്ടടാ, നരകമുണ്ടടാ, അവനവൻ ചെയ്തനുസരിച്ച് പ്രതിഫലം കിട്ടുന്നൊരു ദിവസമുണ്ടടാ, സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടാന്നൊക്കെ പറഞ്ഞു. അവൻ നിർത്തടാന്ന് പറഞ്ഞു. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗമുണ്ടെന്ന് നരകമുണ്ടെന്ന് മരണത്തിനപ്പുറം രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇംഗ്ലണ്ടിലെ തെരുവീതിൽ മുഴുവൻ കുപ്പിച്ചിൽ നിരത്തിയിടൂ, എൻ്റെ കാൽമുട്ടുകൾ തല്ലിയൊടിച്ചിടൂ. ഞാൻ മുട്ടയിൽ നീന്തി എഴഞ്ഞെഴഞ്ഞായാലും ഇംഗ്ലണ്ടിലെ ഓരോ വീട്ടിലും മുട്ട് വിളിച്ച് നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും രക്ഷപ്പെടാൻ ഇപ്പോഴാണ് മാർഗമെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവദാസന്മാരെ, ദൈവമക്കളെ, സുവിശേഷങ്ങളിൽ എത്ര പേർക്ക് ഈ ദർശനമുണ്ട്?
ദൈവദാസന്മാർക്ക് എത്ര പേർക്കുണ്ട്? 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം അറിയിപ്പാൻ വിശ്വാസി സുവിശേഷകൻ എന്ന വേർതിരിവില്ലായിരുന്നു. പെന്തക്കോസ്തിന്റെ ആരംഭകാലവും അങ്ങനെയായിരുന്നു. പിടിച്ച പേപ്പട്ടി 10 വരെ കടിക്കാതെ അടങ്ങില്ലായിരുന്നു. ഇതുപോലെ സുവിശേഷത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം ആ കാലത്തെ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഉണ്ടായിരുന്നു. ഒത്തിരി അഭിഷക്തന്മാരെ എനിക്ക് ഓർക്കേണ്ടതുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ നമ്മുടെ മനു കൂടെ വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ചാക്കോച്ചൻ എനിക്ക് എന്നോടൊപ്പം പ്രാർത്ഥിച്ച അനേക ദൈവദാസന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി പ്രാർത്ഥനാ പിൻബലം നൽകിയ ജോണിച്ചാൻ, അവരൊക്കെ ഇപ്പം നിത്യത്തിലാണ്. അവരൊക്കെ സുവിശേഷത്തിന് വേണ്ടി മാടായി എന്ന് പറഞ്ഞ ഭ്രാന്തന്മാരായവരാണ്. പക്ഷേ അവരുടെ തലമുറയൊന്നും ദൈവം കൈവിട്ടില്ലല്ലോ. പ്രൈസ് ലോർഡ്. കർത്താവ് അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് വേറെ മാർഗമില്ല. 3 ദൂതന്മാരെ ഇത് ഏൽപ്പിച്ചിട്ടില്ല. ഗബ്രിയേലിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, മിഖായേലിനെ ഏൽപ്പിച്ചെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് അവൻ സുവിശേഷം അറിയിക്കും. പക്ഷേ ഇത് അതിശ്രേഷ്ഠ ദൂതന്മാർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത അതിമഹത്തായ പദവിയ തേജസ്സിൻ്റെ സന്ദേശം അറിയിക്കുക എന്നുള്ളത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു, എന്നെ ഏൽപ്പിച്ചു. നമ്മളിത് അറിയിച്ചില്ലെങ്കിൽ ആരില്ല. ഭൂമിയിൽ കർത്താവിന് നടക്കാൻ നിൻ്റെ കാലുകളാണ്, കർത്താവിനെ പ്രവർത്തിപ്പാൻ നിൻ്റെ കൈകളാണ്, കർത്താവിനെ സംസാരിപ്പാൻ നിൻ്റെ നാവുകളാണ്. നീ വാ തുറന്നാൽ അവൻ നിൻ്റെ വായിൽ വചനം നൽകും. നീ കൈനീട്ടിയാൽ സൗഖ്യം വ്യാപരിപ്പിക്കും. നീ ശാസിച്ചാൽ ദുരാത്മാക്കൾ വിട്ടുമാറും. വിശ്വസിക്കുക, കർത്താവിനെ സമർപ്പിക്കുക. വൻ കാര്യങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യും. അതിപ്രധാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് യൂദാ പറയുന്നു. തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അയൽ വീടിന് തീ പിടിച്ചാൽ നിങ്ങൾ ചന്തയിൽ പോകുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു. നിങ്ങൾ പറയുമോ ചന്തയിൽ പോയിട്ട് വന്ന് കെടുത്താമെന്ന്? സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് കെടുക്കാമെന്ന് പറയുമോ? ഓഫീസിൽ നിന്ന് വന്നിട്ട് തീ കെടുത്താം. പോയിട്ട് വരുമ്പോൾ ഒരുപടി ചാരമേ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ സുവിശേഷം അടിയന്തരമായി ചെയ്യേണ്ടതാണ്, ഉടനെ ചെയ്യേണ്ടതാണ്, പിന്നെ ചെയ്യേണ്ടതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം അറിയിക്കാൻ താമസിക്കുന്ന ഓരോ സെക്കൻഡും ജനലക്ഷങ്ങൾ നരകത്തിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, നിന്നോട് ചോദിക്കും ദുഷ്ടൻ, അവനെ അറിയിച്ചില്ലെങ്കിൽ അവൻ്റെ പ്രാണന്റെ വില നിന്നോട് ചോദിക്കും. രക്തപ്പിഴ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നിന്റെ ഓഫീസിലുള്ളവരോട്, നിന്റെ അയൽക്കാരനോട്, നിന്റെ വീട്ടിൽ പണിക്ക് വരുന്നു, ഒരു നേരമെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനുഭവം മാത്രമല്ല, ഞങ്ങളുടെ ഇപ്പോഴുള്ള അനുഭവം മാത്രമല്ല, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും മിഷണറിമാരായി മാറണം. രക്ഷിക്കപ്പെടാത്തവരും മിഷൻ ഫീൽഡായി മാറണം. നാം ഒരു വലിയ കൊയ്ത്തിനായി ഒരുങ്ങണം. കർത്താവിനെ കുറിച്ച് പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് മഹാപ്രതിഫലമുള്ള പ്രവൃത്തിയാണ്. ഞാൻ ഇന്നലെയും പാസ്റ്റേഴ്സിനോട്, ഒരു വലിയ സംഘത്തോടെ, ഒരു രാജ്യത്തുള്ള സകല പാസ്റ്റേഴ്സിനോട് ഒന്നിച്ച്, അതുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഓടുക. ഓൺലി വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ പാസ്. ഓൺലി വാട്ട്സ് ബീൻ ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ഒരേ ഒരു ജീവിതം, അത് വേഗം തീരും. നാം കർത്താവിന് വേണ്ടി ഈ ആയുസ്സിൽ ചെയ്യുന്നതിന് നിത്യത പ്രതിഫലം തരും. ഇവിടെ നമ്മളെ ആരും ആദരിച്ചില്ലെന്നും മാനിച്ചില്ലെന്നും വരും. കർത്താവ് ഉണ്ടാക്കുന്ന ദിവസമുണ്ട്. ഇവിടെ മാനിക്കപ്പെടുന്ന പലരും അവിടെ അനാദരിക്കപ്പെടും, ഇവിടെ അനാദരിക്കപ്പെടുന്ന പലരും അവിടെ ആദരിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, യോഹന്നാനേക്കാൾ വലിയവനുണ്ടായിട്ടില്ല സ്ത്രീകൾ ജനിച്ചവരെയും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആദാമിനേക്കാൾ, ഹാബേലിനേക്കാൾ, അബ്രഹാമിനേക്കാൾ, ഇസാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ, ശലോമോനേക്കാൾ, ഇനി ലോകം കണ്ട വില്യം കേറിയേക്കാൾ, അല്ലെങ്കിൽ പൗലോസിനേക്കാൾ, പത്രോസിനേക്കാളൊക്കെ വലിയവനാണ് യോഹന്നാനെന്ന് സർവജ്ഞാനിയായ കർത്താവ് പറഞ്ഞു. നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ലോകത്ത് എത്രയോ മഹാരഥന്മാരുണ്ടായി, അവരെക്കാളൊക്കെ വലിയവൻ യോഹന്നാൻ. അതാണ് ഇന്ന് ലോകം അറിയുന്ന സ്റ്റേജ് പ്രാസംഗികരെയാ, ടി വി മിനിസ്ട്രിക്കാരെയാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അറിയുന്നത് ഇവരെ ആരെയല്ല. പക്ഷേ മുണ്ടുമുറുക്കിയെടുത്ത് ലഘുലേഖകൾ നിറച്ച്, തുണിസഞ്ചിയിൽ നിറച്ച്, വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ കയറി ഇറങ്ങി കർത്താവിനെ വചനം അറിയിച്ച് ആത്മാക്കളെ നേടുന്ന അഭിഷക്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ ആയിരിക്കും സ്വർഗം അംഗീകരിക്കുന്നു അറിയുന്നതും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് പ്രവൃത്തിയും നിസ്സാരമല്ല. എങ്ങനെയും ആത്മാക്കളെ നേടുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. നീ ചെയ്യുന്നതിന് പ്രതിഫലം ഇവിടെ പ്രതീക്ഷിക്കേണ്ട. സ്വർഗം പ്രതിഫലം തരും. അല്ല, ഇവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ ആദരിക്കും, ഇവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ മാനിക്കും, ഇവിടെ വെച്ച് തന്നെ ഉയർത്തും. നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ യേശുവിനെ കുറിച്ച് പറയണമെന്നൊരാഗ്രഹമുണ്ടോ? സുവിശേഷ തീഷ്ണതയുണ്ടോ? ആത്മാക്കളെ നേടാനുള്ള വാഞ്ചയുണ്ടോ? അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ മാനിക്കുന്ന ദൈവമാണ്. അവൻ ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട അനുഗ്രഹ തോമസ്, കർത്താവ്, പ്രിയ തോമസ്, കെ ഒ തോമസ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കെ അബ്രഹാം, ഞങ്ങൾ ഒന്നിച്ച് സാധ്യ ടീമിൽ അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തിയിട്ടുണ്ട്. അനേക അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇങ്ങനെ അനേക അഭിഷക്തന്മാരെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, എന്തെങ്കിലും ആകുമെന്നോ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അല്ല, ഒരു വലിയ പ്രസംഗിയരാകുമെന്നും ചിന്തിച്ചിറങ്ങിയതൊന്നും അല്ല. ഞങ്ങൾ എങ്ങനെയും യേശുവിനെ ഉയർത്തണമെന്നുള്ള ചിന്തയുള്ളായിരുന്നു. ഇന്നും ആ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് കൈവിട്ടില്ല. ദൈവവസരം, നിങ്ങൾ അവസരത്തിന് കാത്തിരിക്കരുത്. നിങ്ങൾ അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. കർത്താവിനെ സാക്ഷിപ്പാൻ ഏത് അവസരം കിട്ടുമോ അവിടെ ഉപയോഗിക്കണം. മരണ വീടെങ്കിൽ അവിടെ, വിവാഹ വീടെങ്കിൽ അവിടെ,
തെരുവോരമെങ്കിൽ എവിടെ? അങ്ങനായിരുന്നു ഭക്തന്മാർ. ഉണ്ടായിരുന്ന ധനവാന മാർഗങ്ങളൊക്കെ വിറ്റവർ കർത്താവിനെ പ്രസംഗിച്ചു, സുവിശേഷ യോഗം നടത്തി, ഇല്ലേ? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ കർത്തൻദാസന്മാർക്ക് കൊടുത്തു. അതുകൊണ്ട് അവിടെ തലമുറയെ കൈവിട്ടില്ല. ദൈവം അവരെയൊക്കെ ഉയർത്തി, അവരെയൊക്കെ മാനിച്ചു. അവരൊക്കെ കർത്താവിൽ പ്രസിദ്ധരായി. നിന്റെ തലമുറയെ ദൈവം കൈവിടില്ല, നിന്നെ ദൈവം കൈവിടില്ല. നന്മ സുവിശേഷിക്കുന്ന കാൽ എത്ര മനോഹരം! പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മളെ ആരും ആദരിച്ചില്ലെങ്കിലും നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ സ്വർഗത്തിലെത്തുക, നിത്യതയിലെത്തുക, അവിടെയാണ് പ്രതിഫലം. ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ, അമേരിക്കയിൽ ഒരു അധ്യാപകൻ, ബൈബിൾ കോൾ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിദ്യാർത്ഥിയോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? വിദ്യാർത്ഥികൾ പലരും പല മറുപടി പറഞ്ഞു. ഏറിയ പങ്കും പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ ആദ്യം കാണാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കർത്താവിനെയാണെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം ചോദിച്ചു, ശരി, രണ്ടാമത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ചിലർ പറഞ്ഞു പൗലോസിനെയാണ്, ചിലർ പറഞ്ഞു പത്രോസിനെയാണ്. പലരും പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ യേശു അപ്പച്ചനെയാണ്, എൻ്റെ പ്രാണപ്രിയനെയാണ്. ഞാൻ അവനെ കെട്ടിപ്പിടിക്കും, ഞാൻ അവനെ ചുംബിക്കും. ഞാൻ കുറേ നേരത്തേക്ക് എൻ്റെ യേശു അപ്പച്ചനെ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ ഊറ്റി എൻ്റെ പ്രാണപ്രിയനെ ഞാൻ ചുംബിക്കും, ആലിംഗനം ചെയ്യും. ശരി, അദ്ദേഹം പറഞ്ഞു, നീ രണ്ടാമത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? അല്പനേരത്തിന് നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞു, എന്നോട് ഈ സുവിശേഷം അറിയിച്ച് ഈ നിത്യസൗഭാഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് എന്നെ നടത്തിയ ആ ദൈവഭൃത്യൻ, ആ സുവിശേഷകൻ എവിടെയെന്ന് ഞാൻ അന്വേഷിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെല്ലും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് താങ്ക്സ് എന്ന് പറയും, നന്ദി എന്ന് പറയും. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, സ്വർഗത്തിൽ അനേക അഭിഷക്തന്മാരുടെ മുമ്പിൽ വലിയ ക്യൂ ആയിരിക്കും. എന്തിനാണെന്നറിയാമോ? നന്ദി പറയാൻ. കാരണം അവിടെ സമയം കിടക്കുകയല്ലേ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നീ നിത്യതയിലെത്തുമ്പോൾ ഒരാളെങ്കിലും നീ നിമിത്തം ദൈവത്തിൽ വന്നവർ നിന്നോട് നന്ദി പറയാൻ അവിടെ വരണം. 10, 60, 70, 80 വയസ്സ് ജീവിച്ച് ഉള്ള ചോറും കറിയും ഗോതമ്പും പഞ്ചസാരയും എല്ലാം തിന്ന് തീർത്തി വിടുന്ന പോകാനല്ല ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. നീ നിമിത്തം ഒരാളെങ്കിലും യേശുവിനെ അറിയണം, ഒരാളെങ്കിലും യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ഒരാളെങ്കിലും നിത്യത്തിലെത്താനിടയാകണം. അതിനെന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക. എല്ലാ ശുശ്രൂഷയ്ക്കും അതിൻ്റെ മാന്യതകളുണ്ട്. വൈറ്റ് കോളർ പണിയല്ല സുവിശേഷ വേല. കർത്താവിനെ എവിടെ ഉയർത്താൻ അവസരം കിട്ടിയാലും ഇപ്പോൾ ഞാൻ റെഡിയാണ്. ഇന്നും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ചേർന്ന് ഭവനങ്ങൾ ഇപ്പോഴും വിസിറ്റ് ചെയ്യാറുണ്ട്. സ്തോത്രം. അനുഗീതമായി 3 സഭകൾ ഈ ഓട്ടത്തിനിടയിൽ സ്ഥാപിപ്പാതുകൊണ്ട് ദൈവം കൃപ നൽകി. കർത്താവ് വിശ്വസ്തൻ, അവൻ കൈവിടില്ല. കർത്താവ് വരാറായി, പ്രതിഫലം തരാറായി. ദൈവം നിങ്ങളെല്ലാം മാനിക്കട്ടെ, നിങ്ങളെല്ലാം ആദരിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി വീറോടെ നിൽക്കുക. ആരെന്തു പറയുന്നു നോക്കണ്ട, മനുഷ്യൻ്റെ മുഖം നോക്കണ്ട, മനുഷ്യൻ്റെ ആദരവുകൾ നോക്കണ്ട. നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് വേണ്ടി യുദ്ധസേവ ചെയ്യാം. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പോർക്കളത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിന് വേണ്ടി പൊരുതാം. എവിടെ കർത്താവിനെ സാക്ഷിക്കാൻ അവസരം കിട്ടുന്നോ അവിടെല്ലാം ധൈര്യമായി നിൽക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.